ശരത്തിന്റെ അണ്ണാക്കി കൊടുത്ത് ലാലേട്ടൻ. അതുപോലെ തന്നെ അക്ബറിന്റെ സെപ്റ്റി ടാങ്ക് ഇഷ്യൂ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. പിന്നെ രേണു സുധിയുടെ ഒരു വൈറലായ വീഡിയോയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നെവിന്റെ മോഷണങ്ങളെല്ലാം സ്ക്രീനിലൂടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെയായിരുന്നു നടന്നത് നമുക്ക് അറിയണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ചു. ചെറിയ ചെറിയ പൊട്ടലും ചീട്ടലല്ലേ നടന്നത് കഴിഞ്ഞ ആഴ്ച. അപ്പൊ അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എന്റെ പേര് ഷെഹിർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാം അങ്ങ് പറയുന്നില്ല, കാരണം എല്ലാം വാരി വെച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട നടന്ന കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത് ആദ്യം ലാലേട്ടൻ വരെയാണ്. ലാലേട്ടൻ സ്റ്റേജിൽ നിന്നിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന പ്രധാന സംഭവങ്ങൾ കാണിക്കുന്നു. പിന്നെ രാവിലെ അനുമോള് ആൾക്ക് ബാത്റൂം പോകണമെന്ന് പറഞ്ഞപ്പോ ബാത്റൂമിൽ പോയി. പക്ഷെ അവൾ പല്ലേച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പല്ലേച്ചു. അനീഷ് അത് ഭയങ്കര പ്രശ്നമാക്കുന്നു. 10:30 ആയപ്പോഴത്തേക്കും ഷാനവാസ് വന്നിട്ട് ജയിലിലെ താക്കോൽ എടുത്തുകൊണ്ട് പോകുന്നു. അത് ഇഷ്യൂ ആക്കുന്നു. നമ്മുടെ അനീഷ് വന്നിട്ട് പ്രശ്നമാക്കുന്നു. 12:50 ആകുമ്പോഴത്തേക്കും ജയിലില് ഇവർക്ക് ഭക്ഷണം കിട്ടുന്നു, ഇഡലിയും സാമ്പാറും കിട്ടുന്നു. 10:45 ആയപ്പോഴത്തേക്കും ആ സമയത്ത് തന്നെ അവർക്ക് 12:50 ആയപ്പോഴത്തേക്കും അവരുടെ ജയിൽവാസം കഴിയുന്നു. രാത്രി 10:45 ആയപ്പോൾ ഡ്രസ്സ് കൊടുക്കുന്നു ഇവർക്ക്. രാത്രിയാണ് സംഭവം. ഇവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നു. വീക്കെൻഡ് ശനിയാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടി ഡ്രസ്സ് കൊടുക്കുന്നു, മേക്കപ്പ് ഇടുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ കഴിയുന്നു. പിന്നെ വീട്ടിലേക്ക് നേരെ ലാലേട്ടൻ പോകുന്നു. വിശേഷം ചോദിക്കുന്നു. പിന്നെ നിങ്ങളെ കാത്ത് ഒരുപാട് പണി വരുന്നുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നു. വീണ്ടും പറയുന്നു. പണിപ്പുര ടാസ്കിനെ പറ്റി പറയുന്നു. പോയവരെ പറ്റി പറയുന്നു. അക്ബർ, അതിലെയും നോറയെ പറ്റി അതിനെപ്പറ്റി സംസാരിക്കുന്നു. പിന്നെ പോകാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ പേര് കേട്ടല്ലോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോ സരിക, ബിൻസി, ശൈത്യ എഴുന്നേക്കും എന്ന് പറയുന്നു. നിങ്ങക്ക് പോവണ്ടേ, അവിടെ ഒരു ഇതിൽ പോവണ്ടേ, പഠിപ്പേര് പോവണ്ടേ എന്ന് ചോദിച്ചപ്പോ അത് ലാലേട്ട ആദ്യം നമുക്ക് ഒരു അറിയില്ലല്ലോ എങ്ങനെയാണ്, അപ്പൊ അതൊന്നും നോക്കാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പണിപ്പുരയിൽ പോവാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാരൊക്കെയാന്ന് ചോദിക്കുമ്പോ അങ്ങനെ പറയുന്നവർക്ക് ഒരു സമ്മാനം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ നെവിൻ പറയുന്നു അപ്പൊ ഞാനുണ്ടെന്ന്. ലാലേട്ട സമ്മാനം കിട്ടുകയാണെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ സമ്മാനം. നിങ്ങൾ ഇവിടെ പോകണ്ട. ഇനി മുതൽ പണിപ്പുര ടാസ്ക് ചെയ്യണം, പണിപ്പുരയിൽ പോകണ്ട, അവിടെ നിന്ന് ഒരു സാധനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ലാലേട്ടൻ പറയുന്നു നെവിനോട്. അത് കഴിഞ്ഞിട്ട് വീട് എങ്ങനെ ഉണ്ടെന്ന് ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നു. പക്ഷെ ഭക്ഷണമില്ല അല്ലേ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അനീഷിനോട് സ്റ്റോർ റൂമിൽ പോകാൻ പറയുന്നു. അനീഷ് സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു ബൗൾ എടുത്തുകൊണ്ടിരുന്നു. ആ ബൗളിൽ റവയാണ്, ഉപ്പുമാവുണ്ടാക്കി കഴിച്ചോ എന്ന് ലാലേട്ടൻ കണ്ടസ്റ്റന്റിനോട് പറയാണ്. പിന്നെ ഈ വീട്ടിൽ ആരൊക്കെയോ കുറച്ച് പേര് ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഒനീൽ സാബുവിനെയും രഞ്ജിത്തിനെയും ബിൻസിയെയും ശൈത്യനോട് സംസാരിക്കുന്നു. അവരവരുടെ കാര്യങ്ങൾ പറയുന്നു. ഒനീലാണെങ്കിൽ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തായിരുന്നു. രഞ്ജിത്ത് അതേ കാര്യങ്ങൾ പറയുന്നു. ശൈത്യയും നമ്മൾ നോക്കിയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒളിച്ചിരിക്കാൻ വെച്ചാൽ ഇവര് ഈ 4 പേരും കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെയാണ് ബിൻസി ഒന്ന് ആക്റ്റീവ് ആയത്. പിന്നെ മര്യാദയുടെ കാര്യം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ലാലേട്ടൻ പറയാണ്. മറ്റേ രേണ ഒനീലിന്റെ വിഷയം പറയുന്നു. രേണയുടെയും ഒനീൽ ഇന്നലെ നടന്ന വിഷയമില്ല, ആ കാര്യങ്ങൾ പറയുന്നു. ഒനീല് കാര്യം പറഞ്ഞു. പിന്നെ അങ്ങനത്തെ ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ ലാലേട്ടൻ പറഞ്ഞു ഗ്യാസ് നിങ്ങൾ ഓഫ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണെന്ന് പറയുന്നു. പിന്നെ അപ്പാനിയോട് ചോദിക്കുന്നു എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന്, എന്തൊക്കെ പരിപാടി ഉണ്ടോ നിങ്ങളുടെ ഇടയിൽ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ് നിങ്ങൾ എന്തൊക്കെയോ പ്ലാനിങ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അക്ബറിനോടും ഇവരോട് ചോദിക്കുകയാണേ. അപ്പാനി ശരത്തിനോട് ചോദിക്കും നിങ്ങൾ എന്തൊക്കെയോ പ്ലാനിങ് നടത്തുന്നുണ്ടല്ലോ, അനുമോൾ പറയൂ. അത് ലാലേട്ട ഇവര് എപ്പോഴും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പറയാണ്, ഗ്രൂപ്പിന്റെ കാര്യം പറയാണ്. അപ്പം നിങ്ങൾ പ്ലാനിങ് ഒക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിന് പോകുന്നു. ബ്രേക്കിന് പോയി തിരിച്ചു വരുന്നു. മറ്റേ റേസ് ബാൻഡിനെ കുറിച്ച് പറയുന്നു. റേസ് ബാൻഡ് ആരുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിലേക്ക് പോയി എന്നുള്ളൊരു കാര്യം പറയുന്നു. പിന്നെ അടുത്ത ആഴ്ച ഈ റേസ് ബാൻഡ് ആരും എടുക്കാൻ ശ്രമിക്കേണ്ട, കാരണം ഇത് നിങ്ങളുടെ തന്നെ ഉണ്ടാവും. അടുത്തൊരാഴ്ച നിങ്ങളുടെ സേഫ് ആയിട്ടിരിക്കും ഈ റേസ് ബാൻഡ്. റേസ് ബാൻഡ് കയ്യിലുള്ളവർക്ക് ചില ബെനിഫിറ്റുകൾ ഉണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ
എല്ലാ ജിസേലിനെ എഴുന്നേപ്പിക്കുന്നു. ജിസേൽ എല്ലാ സാധനങ്ങളും കൊടുത്തു ലാലേട്ട. ആദ്യം കൊടുത്തില്ല, രണ്ടാമത് എല്ലാം കൊടുത്തു. എന്നിട്ട് വീണ്ടും ലാലേട്ടൻ ചോദിക്കണം, എല്ലാം കൊടുത്തോ ജിസേൽ? ഞാനൊരു കൺസീലർ മാത്രം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ശിക്ഷ കൊടുക്കാൻ അതിൻ്റെ ജിസേലിന് മാത്രം ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. അപ്പൊ എന്താണ്, ജിസേലിന് പണി കൊടുക്കുന്നു. വീട്ടുകാരെല്ലാം പറഞ്ഞു ഓക്കെ ലാലേട്ടൻ പണി കൊടുത്തോളൂ എന്ന് പറയുന്നു. ജിസേലിന്റെ ബാഗ് കൊണ്ട് വരുന്നു, സ്റ്റേജിൽ കാണിക്കുന്നു. ചെന്നൈ ടു മുംബൈ ആ ബാഗിൽ കാണിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയാണ് ഇനി മുതൽ ജിസേലിന്റെ ബാഗ് നാട്ടിലേക്ക് അയക്കി കൊടുത്തു വിടുകയാണ്. ഇനി കുറച്ച് ദിവസം അവളുടെ ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, അതാണ് ജിസേലിന്റെ പണി, ശിക്ഷയാണ്, പണിഷ്മെന്റ് എന്ന് പറയുന്നു. പിന്നെ ലാലേട്ടൻ ജിസേലിനോട് ചോദിക്കുന്നു, ജിസേൽ എന്ത് തോന്നുന്നു? എന്റെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി ലാലേട്ടൻ എന്ന് പറയുന്നു. പിന്നെ പുകന്റെ കൊള്ളി പുറത്തേക്ക് എന്നുള്ള കാര്യം പറയാണ്. വേറെ ഒന്നുമില്ല, ജിസേൽ, ബിൻസി, ശൈത്യ, ഷാനവാസ്, നിങ്ങൾ എന്താണ് ഗെയിം കളിക്കാറ്? നിങ്ങൾ ആ ഗെയിം കളിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളിൽ ഒരാളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ പരസ്പരം സഹായിച്ചു, നിങ്ങൾ എന്താണ് കിട്ടുന്ന അവസരം നിങ്ങൾ മുതലാക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഷാനവാസിന്റെ അടുത്ത് ഹെൽത്തിനെ പറ്റി ചോദിക്കുന്നു. ഫിസിക്കലി ചാലഞ്ചിങ് ടാസ്കുകളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഷാനവാസിനെ ചെയ്യാൻ പറ്റുമോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഓക്കെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ വീട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന വിശേഷങ്ങൾ വീട്ടുകാർ സംസാരിക്കുന്നു, ആ വിശേഷങ്ങളും ആ കാര്യങ്ങളൊക്കെ പറയുന്നു. കുഴപ്പമില്ല ലാലേട്ടൻ, എനിക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ മുൻകൂട്ടി പറയണം എന്ന് പറഞ്ഞു, എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും നിങ്ങൾ എക്സസൈസ് ചെയ്യും, നിങ്ങൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് എല്ലാവരും എക്സസൈസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ നെവിൻ കുറച്ച് എക്സസൈസ് സ്ക്രീനിൽ നിന്ന് കാണിക്കുന്നു. പിന്നെ വീക്കിലി ടാസ്കിനെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു വീക്കിലി ടാസ്ക്? അക്ബറും അഭിലാഷൊക്കെ ആയിരുന്നല്ലോ ടോപ്പിൽ വന്നത്, അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറയുന്നു. പിന്നെ മോർണിംഗ് ടാസ്കിനെ പറ്റി സംസാരിക്കുകയാണ്. രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച വിഷയം പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ പറയുന്നു നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ബ്രേക്കിന് പോയി തിരിച്ചു വരുന്നു. പിന്നെ അനീഷിനെയാണ് നേരെ വിളിക്കുന്നത്. മുള്ളൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരെന്തായാലും മുള്ളൻ പന്നി എന്നായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പേര് ഇട്ടെന്ന് വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ലാലേട്ട, എനിക്കറിയില്ല എന്താ കാരണങ്ങൾ, എനിക്ക് അങ്ങനെ ഇട്ടതെന്ന് അറിയില്ല. അപ്പൊ ശരത്ത് പറഞ്ഞു കാരണങ്ങൾ എന്താന്ന് പറയടാ, എല്ലാ കാരണങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ശരത്തെ മിണ്ടാതിരിക്കുക, ശരത്തിനോടല്ലേ ചോദിച്ചത്, ശരത്തിനോട് ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി, അങ്ങനെയാണെങ്കിൽ ശരത്ത് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ശരത്തിനെ അണ്ണാക്കി തന്നെ ലാലേട്ടൻ കൊടുത്ത് ശരത്ത് ഒന്ന് അടങ്ങുന്നു. ആ നേരത്ത് എനിക്കത് ഇഷ്ടപ്പെട്ടു, കാരണം ശരത്ത് കുറച്ച് ഷോ ഓഫിങ് കൂടുതലാണ്, ഇടക്ക് കയറി മെയിൻ ആവുന്നത് കുറച്ച് കൂടുന്നുണ്ട്. അപ്പൊ ശരത്തിന് അത് കിട്ടിയപ്പം അടിപൊളിയായി. പിന്നെ അനീഷ് പറയാണ് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, ആ ഒരു പേര് തന്നോട്ടെ എന്ന് പറയുന്നു. പിന്നെ ആദിലയും നോറയും കാര്യങ്ങൾ പറയാണ്. അതിലൊക്കെ നോറയ്ക്കും കിട്ടിയ പേരുകൾ ഇഷ്ടപ്പെട്ടു, പക്ഷെ നിങ്ങൾ തിരിച്ചു കൊടുത്ത പേരുകൾ നല്ലതായിരുന്നോ? അനീഷിനെ മറ്റേ അപ്പി കേസിൽ മിസ്റ്റർ അപ്പി എന്നാണ് നമ്മൾ ഇവര് പറയുന്നതെന്ന് പറഞ്ഞില്ല, ആ കേസ് പറയാണ്. ലാലേട്ടൻ പറയുന്നത് ഇവിടെ കുറെ ആൾക്കാർ വെച്ചാല് കുട്ടികളും ഒരു വലിയ ആൾക്കാരെ കാണുന്ന ഷോ, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവമാണ് ഇത് കാണുന്നത്, നിങ്ങളുടെ കൾച്ചറാണോ, നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്, വീട്ടിലൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ജിസേലിന് മാത്രം പേര് കിട്ടും, അപ്പൊ ജിസേലിനും പേര് കിട്ടാത്തോണ്ട് ചോദിക്കുകയാണ് ജിസേലിന് പേര് വേണ്ടേ, അയ്യോ പേര് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പറയെങ്കിലും ഒനീല് പറയാണ് ശ്രീദേവി നിൽക്കുന്ന പോലെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ നെവിൻ പറയുന്നു മേക്കപ്പ് കള്ളി എന്ന് പറയുന്നു. അപ്പൊ ശ്രീദേവി എന്ന് നമ്മുടെ എന്താണ് ജിസേൽ പറയണേ മേക്കപ്പ് കള്ളി നീയാണല്ലേ മേക്കപ്പ് കള്ളി എന്ന് പറഞ്ഞ ചെറിയൊരു കോമഡി ഫൈറ്റ് നടക്കുന്നു. അനു പറയുന്നു ബാർബി ഡോൾ എന്ന് പറയുന്നു. രേണു എന്താണ് ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നു. അപ്പൊ അക്ബറിനോട് ഇങ്ങനത്തെ രസകരമായിട്ട് പേരുകളാണ് വേണ്ടത്, പക്ഷെ ചിലവരുടെ രസകരമായിട്ടുള്ള പേരുകളല്ലല്ലോ പറയുന്നതെന്ന് പറയുമ്പോൾ അക്ബറിനെ എഴുതിപ്പിക്കുന്നു. എനിക്കറിയാൻ ലാലേട്ടാ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ ശേഷം എനിക്കിത് സോറി ഞാൻ പറഞ്ഞു. അപ്പോൾ രേണുവിനോട് ചോദിക്കുകയാണ്, രേണു എന്താണ് അതിനെ പറ്റി? ഞാൻ ചമ്മിപ്പോയി ലാലേട്ടാ, ഭയങ്കരമായിട്ട് ചമ്മിപ്പോയി, ആൾക്കാരുടെ നാണം കേട്ടോ, എനിക്ക് സോറി എന്ന് എന്നോട് വന്ന് പറഞ്ഞു, പക്ഷെ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പറയുന്നു. വിധവ കാർഡ് വുമൺ കാർഡിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. അത് ഞാൻ കരുതി രേണുസുഖൻ നിങ്ങൾ വുമൺ കാർഡ് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമെന്ന് ഞാൻ കരുതി, പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ആദിലയുടെയും നോറയുടെയും മറ്റേ ഇത് പറയാണ്, നിങ്ങളുടെ എന്താണ് കാര്യം പറയാണ്, വേറൊന്നുമല്ല
അനീഷ് നമ്മളെ ചൊറിയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, നമ്മളടുത്ത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണോ മറ്റൊരാൾ എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കേണ്ടെന്ന് തീരുമാനിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ രഞ്ജിത്തിനോട് ചോദിക്കുന്നു ഈ കാര്യങ്ങൾ, കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ടാസ്കിനെ പറ്റി പറയുകയാണ്, ഓൺ ടാസ്കിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ശൈത്യ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല പേര് കൊടുത്തു, പക്ഷേ ഈ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് നമുക്ക് ഇതായിപ്പോയി. അക്ബറിന് അങ്ങ് ഇതായി, കാരണം അക്ബർ ഇതായിപ്പോയല്ലോ. അക്ബർ എല്ലാവരും മുന്നിൽ അയ്യോ ഇതിപ്പോ അറിയാൻ ആരുമില്ല എന്നുള്ള രീതിയിലായി. ഇപ്പൊ ഈ സെപ്റ്റി ടാങ്ക് എന്നുള്ള വിളിച്ച കാര്യം അക്ബർ ഭയങ്കര നെഗറ്റീവായി അങ്ങനെ ഇരിക്കുന്നു. പിന്നെ പിന്നെ സ്റ്റോർ റൂമിൽ പോയിട്ട് പോവാണ്. മുള്ളൻ പന്നി എന്ന് പറയുന്ന ഒരു മൈക്ക് കിട്ടുന്നു, പൂമ്പാറ്റ എന്ന് പറഞ്ഞ മൈക്ക് കിട്ടുന്നു, പാവക്കുട്ടി എന്ന് പറയുന്ന ഒരു മൈക്കും കിട്ടുന്നു. ഇതിൽ മുള്ളൻ പന്നി എന്ന് പറയുന്നത് നമ്മുടെ അനീഷിന് കൊടുക്കുന്നു, പൂമ്പാറ്റ എന്നുള്ളത് ആദില നോറക്ക് കിട്ടുന്നു, പാവക്കുട്ടി അനിമോൾക്ക് കിട്ടുന്നു. അപ്പൊ ഈ 3 ഇത് കിട്ടുകയാണ്. ബ്രേക്കിന് പോകുന്ന ലാലേട്ടൻ പോയി തിരിച്ചു വരുമ്പോൾ കുറച്ച് പേരെ പിടിക്കാനുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നു. എന്നിട്ടൊരു കത്ത് വായിക്കുന്നു. കത്തിൽ വേറൊന്നുമല്ല, രേണുസുതി ഒരു വീഡിയോ ഇട്ടു. രേണുസുതിനെ കസിൻ ആരോ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടു. അത് ബിഗ് ബോസിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നെ ഫസ്റ്റ് വീക്കിൽ ഞാൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വോട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നു. അപ്പോൾ ഇത് എല്ലാവരും മുന്നിൽ കാണിക്കുന്നു, കണ്ടസ്റ്റന്റിന്റെ മുന്നിലും ആൾക്കാരുടെ മുന്നിൽ ഇത് കാണിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് ഒരു നെഗറ്റീവ്, കാരണം സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പുറത്ത് വരെയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇവള് വന്നിട്ട് നമ്മുടെ രേണുസുതി വന്നിട്ട് ഫസ്റ്റ് വീക്ക് തന്നെ നമ്മൾ വന്നു എന്ന് പറഞ്ഞ സംഭവം വന്നല്ലോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആയി, കാരണം ബിഗ് ബോസിന്റെ ഒരു ഇത് തന്നെ ഇമേജ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം രേണുസുതിന് ചോദിച്ചത്. അപ്പോൾ രേണുസുതി പറഞ്ഞു, ഞാനത് മുൻപ് എടുത്ത് വെച്ചതാണ് ലാലേട്ട, അത് എന്താണ് എനിക്കറിയാമായിരുന്നു ഫസ്റ്റ് വീക്ക് വരും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നതേ എനിക്ക് കിട്ടത്തുള്ളൂ, നിങ്ങൾ എത്രയൊക്കെ പുറത്തുനിന്ന് ചെയ്താലും എനിക്കൊന്നും കിട്ടില്ല എന്ന് പറയുന്നു. രേണുസുതി അങ്ങ് നാണം കെടുന്നു, വീണ്ടും നാണം കെടുന്നു. കാരണം ആൾക്കാരുടെ മുന്നിൽ ഈ വീഡിയോയും കാണിച്ച് നാണം കെട്ടിപ്പോയി. അപ്പോൾ അതങ്ങ് പറയുന്നു. പിന്നെ ഒരു കള്ളനെ നമുക്ക് പിടിക്കാനുണ്ടല്ലോ, ഒരു കള്ളനെ പിടിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നെവിൻ്റെ വീഡിയോസ് കാണിക്കുന്നു. വേറെന്ത്, നെവിൻ ബാൻഡ് ഫ്ലവർ വേസ് ഒളിപ്പിച്ച് വെച്ചതും അതുപോലെ തന്നെ എന്താണ് ടിഷ്യൂവിനുള്ളിൽ വെച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ നെവിൻ പറഞ്ഞ മാർഗമല്ല ലക്ഷ്യമാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നെവിൻ്റെ ഒരു ഗിഫ്റ്റ് വേണ്ടേ? അപ്പോൾ ഗിഫ്റ്റ് വേണ്ട ലാലേട്ടാ, എന്താണ് ഗിഫ്റ്റ്, നിങ്ങൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കുഴിമന്തി മതി, എനിക്ക് കുഴിമന്തി കഴിക്കാനാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ ഭക്ഷണത്തിനെ പറ്റി പറയണ്ട, നിങ്ങൾക്ക് വേണ്ട വസ്തുക്കൾ. അപ്പോൾ ഷൂ മതിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ഷൂ മതി എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഷൂ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ പെയർ ഓഫ് ഷൂ എന്നല്ലല്ലോ പറഞ്ഞു, ഒരു ഷൂ അല്ലേ പറഞ്ഞു, അപ്പോൾ ഒരു ഷൂ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. പിന്നെ അനീഷിന്റെ ക്യാപ്റ്റൻസിന്റെ കാര്യം പറയുന്നു, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ലാലേട്ട. അനീഷ് പറയാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അഭിലാഷ് പറഞ്ഞു, എല്ലാവരും വിഷമിപ്പിച്ചുകൊണ്ട് അനീഷിനെ ഹാപ്പി ആവാൻ കഴിഞ്ഞോ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ രേണു അഭിലാഷിന്റെ മറ്റേ കരച്ചിലിന്റെ ഇഷ്യൂ, തലവേദനയുടെ ഇഷ്യൂ സംസാരിക്കുന്നു. അപ്പൊ അതിനോട് പറഞ്ഞു, നിങ്ങൾ ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്യണം, നിങ്ങൾ ദേഷ്യം കൺട്രോൾ ചെയ്യണം, പെട്ടെന്ന് തടിയൊന്നും പറയരുത്, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്, നിങ്ങൾ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണോ വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഹൈപ്പർ ആവുക എന്നുള്ളത്, നിങ്ങൾ അനാവശ്യത്തിന് ഒച്ചുണ്ടാക്കുന്നു പറഞ്ഞിട്ട് അപ്പം എനിക്ക് വീണ്ടും കൊടുക്കുന്നു. സരിയ പറയുന്നു, ഞാൻ കുറച്ച് ഹാപ്പിയാണ്, കാരണം ഒരാഴ്ച എനിക്ക് കൂടി നിൽക്കാൻ പറ്റിയത്, എനിക്ക് ഐ എം വെരി ഹാപ്പി എന്ന് പറയുന്നു. ആദ്യം നോറ പറയുന്നു, ഞാൻ കരുതിയത് ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴും മനസ്സിലായത് സ്ക്രിപ്റ്റഡ് ഷോ ഒന്നും അല്ല എന്ന് പറയുന്നു. പിന്നെ RJ ബിൻസിനോട് ഫൈറ്റിന്റെ കുറച്ച് ഇഷ്യൂ പറയുന്നു, അത് വലിയ രീതിക്ക് ഒന്നുമില്ല, വലിയ ചോദിച്ചൊന്നുമില്ല. അനിമോൾ പറയുന്നു, ഞാൻ ഹാപ്പിയാണ്, കഴിഞ്ഞ ഒരാഴ്ച ഹാപ്പിയാണ്. ആര്യൻ പറഞ്ഞു, എന്താണ് ഞാൻ കുറച്ച് പാഠങ്ങൾ പഠിക്കാൻ പറ്റി കുറച്ച് കാര്യങ്ങൾ, പിന്നെ അമ്മയുടെ വില എനിക്ക് മനസ്സിലായി, അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന്റെ വില എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. കാരണം ഒരാഴ്ചയായിട്ട് മര്യാദക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നില്ലല്ലോ ഇവർക്ക്, അപ്പോൾ ഇവർക്ക് അതിന്റെ വില മനസ്സിലായി എന്ന് പറഞ്ഞു. രേണുവിനോട് ചോദിക്കുന്നത്, രേണു നിങ്ങൾക്ക് പോകണോ വീട്ടിൽ നിന്ന്, ക്യാമറയുടെ മുന്നിൽ നോക്കി പോകണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വെച്ചു. ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പൊ പറയുന്നില്ല എന്നിട്ട് രേണുവിന് പറയുന്നു. പിന്നെ ശൈത്യ പറയുന്നു, ശൈത്യ ഞാൻ കുറേയൊക്കെ എൻജോയ് ചെയ്തു ലാലേട്ട എന്ന് പറയുന്നു. ഇത്രേ ഉള്ളൂ. പിന്നെ ന്യൂ ഷൂ, നെവിന്റെ ഷൂവിനെ പറ്റി, നെവിനാണെങ്കിൽ ഡ്രസ് പാർട്ടി നിൽക്കുകയാണ് ഷൂ കിട്ടാത്തതിന്. അപ്പൊ നെവിന്റെ ഷൂവിനെ പറ്റി പറയാണ്, നിങ്ങൾക്ക് പുതിയൊരു ഷൂ വരും, നിങ്ങൾ കാത്തിരിക്കൂ, നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇപ്പൊ ഈ കിട്ടിയ ഷൂ എന്താ നെവിന്റെ കാലിന് ചേരത്തില്ല. അപ്പൊ സെന്റിമീറ്റർ ഉൾപ്പെടെ പറയുന്നുണ്ട്, ഇന്ന സാധനങ്ങൾ ഇത്ര സൈസിൽ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾക്ക് കൊടുത്തു വിടാമെന്ന് പെയർ ഓഫ് ഷൂ തരാമെന്ന് പറയുന്നു.
അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ അവരോട് ടാറ്റ എല്ലാം പറഞ്ഞ് പോവുകയാണ്. ടാറ്റ എല്ലാം പറഞ്ഞ് പോയത്തേക്കും രേണു ക്യാമറ നോക്കി പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനു മുൻപ് എന്താണ് ലാലേട്ടൻ എല്ലാവരും പറഞ്ഞയച്ചതിന് ശേഷം എന്താണ് നമ്മുടെ വൈൽഡ് കാർഡായിട്ട് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞു. വേറെ ആരുമല്ല, റോബോട്ട് ഡോഗാണ്. റോബോട്ട് ഡോഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എല്ലാവരും കൗതുകത്തോടെ, വ്യൂവേഴ്സ് കണ്ടസ്റ്റൻസ് അല്ല, വന്ന വ്യൂവേഴ്സ് ഭയങ്കര കൗതുകത്തോടെ കാണുന്നു, ആ ഒരു സംഭവത്തെ കാണുന്നു. പിന്നെ ഒരു കോണ്ടസ്റ്റും കൂടി വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഓഗസ്റ്റ് 11 എനിക്കൊരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ റോബോട്ട് ഡോഗിന് ഒരു പേര് നൽകുക. ഇഷ്ടപ്പെട്ട പേര് ഞാൻ സെലക്ട് ചെയ്യും. ഇഷ്ടപ്പെട്ട പേര് എന്താണോ അതിനെ ഒരു സെലക്ട് ചെയ്തിട്ട് ഈ ഡോഗിന് ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്താണ് അവർക്കും ഒരു സമ്മാനമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഒരു ഹാഷ്ടാഗ് ഉണ്ട്. ഹാഷ്ടാഗ് എന്താണെന്ന് അറിയില്ല, നിങ്ങൾ എപ്പിസോഡിൽ പോയി നോക്കേണ്ടി വരും. ഒരു ഹാഷ്ടാഗ് ഡോഗ് നെയിമോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഹാഷ്ടാഗ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ വേണ്ടിയിട്ട്. പിന്നെ ഈ ഡോഗിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ കഴിഞ്ഞ വർഷം CID രാംദാസ് എന്താ ചെയ്തത് അത് തന്നെ സംഭവം, വേറെ ഒന്നുമല്ല. എന്ന് വെച്ചാല് ഈ അകത്ത് നടന്ന കാര്യങ്ങളൊക്കെ എല്ലാം ലാലേട്ടനോട് അറിയിക്കേണ്ട കടമ ഈ ഡോഗിനുള്ളത്. എപ്പോൾ വേണമെങ്കിലും അകത്ത് കയറും, എപ്പോൾ വേണമെങ്കിൽ പുറത്തിറങ്ങും എന്നുള്ളൊരു രീതിക്കാണ് ഡോഗിന്റെ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇതിപ്പോൾ കയറില്ല, നാളെ പിന്നെ എപ്പോഴെങ്കിലും കയറുള്ളൂ, അത് അപ്പോൾ അതേ നമ്മുടെ അടുത്ത് ഉണ്ടാവും എന്ന് പറയുന്നു. റോബോട്ട് ഡോഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് രേണു സുധിനെ കാണിക്കുന്നു. രേണു സുധി ക്യാമറ നോക്കിയിട്ട് പറയുന്നു എന്നോട് ക്ഷമിക്കണം, എനിക്കറിയാൻ പാടില്ല എങ്ങനെ പുറത്ത് പോയി എന്നുവെച്ചാൽ ഇങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു, അപ്പോൾ എന്നോട് ക്ഷമിക്കണം. ഒരു ഏത്തൊക്കെ ഇടുന്നു, 10 ഏത്തൊക്കെ ഇടുന്നു സമാധാനത്തിന് വേണ്ടി ഇടുന്നു. അപ്പൊ അത്രയുള്ള എപ്പിസോഡ്. വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വീക്കെൻഡിനെ കൊട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പാനിക്കും അക്ബറിനിട്ടും നല്ലത് തന്നെ കൊടുക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രൂപ്പിനെ പറ്റി സംസാരിച്ചു, നെവിൻ്റെയൊക്കെ മോഷണത്തിനെ പറ്റി പറഞ്ഞു. അങ്ങനെ നല്ല വീക്കെൻഡ് ആയിരുന്നു. നാളെ ഉണ്ടല്ലോ, നാളെ ചിലപ്പോൾ ചോദിക്കാൻ കുറേയേറെ ചോദ്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ രഞ്ജിത്ത് ഔട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രഞ്ജിത്ത് 100% എവിക്റ്റഡ് ആണ്. നമുക്ക് നോക്കാം എന്തായിരിക്കും നടക്കുന്നതെന്ന്. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.